ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന എമിലി ഡിക്കിൻസൺ എഴുതിയിട്ടുള്ളൊരു പോമാണ്. വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്ന പാൻഡോറയുടെ സ്റ്റോറിയും അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഡസൻ ദ സ്റ്റോറി ഓഫ് പാൻഡോറ റിമൈൻഡ് അസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം, ആപത്കാലം, കഷ്ടത എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. പാൻഡോറയുടെ ആ ഒരു സ്റ്റോറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? റിമൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഓർമ്മിപ്പിക്കുക അല്ലേ. കഷ്ടത നിറഞ്ഞ സമയത്തും എന്താണ് പ്രതീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്ലേ. അതെ. ഹാസ് ഹോപ്പ് എവർ ഹെൽപ്ഡ് യു ഇൻ ഹാർഡ് ടൈംസ്? ഹാർഡ് ടൈംസ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് നിറഞ്ഞ സമയം. അപ്പം കഷ്ടത നിറഞ്ഞ സമയത്ത് നിങ്ങളെയും പ്രതീക്ഷ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഐഡിയ ഫർദർ ഇൻ എമിലി ഡിക്കിൻസൺസ് പോം ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അപ്പോൾ എമിലി ഡിക്കിൻസൻ്റെ പോമായിട്ടുള്ള ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സിലൂടെ ഹോപ്പ് എന്ന് പറയുന്ന, പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഐഡിയയെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷയാണ് അല്ലേ. തിങ് എന്ന് പറഞ്ഞാൽ സാധനം അല്ലെങ്കിൽ ഒരു വസ്തു. ഫെദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൂവലുകളാണ് അല്ലേ. അപ്പം ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നാണ് ഈ ഒരു പോത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് തൂവലുള്ള ഒരു സാധനമാണ് എന്നാണ് പറയുന്നത്. അതെന്താണ് തൂവലുള്ള വസ്തു എന്ന് പറയുമ്പോൾ? ബേർഡ് ആയിരിക്കും അല്ലേ, പക്ഷി ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ടൈറ്റിൽ ഡയറക്റ്റായിട്ട് ഹോപ്പ് എന്ന് പറയുന്നത് ബേർഡ് ആണെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഹോപ്പ് എന്ന് പറയുന്നത് തൂവലുള്ള ഒരു വസ്തുവാണെന്ന് മാത്രമാണ് പറയുന്നത്. ഇൻഡയറക്റ്റായിട്ട് ആണ് പറയുന്നത്, ഡയറക്റ്റായിട്ട് പറയുന്നില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ഡയറക്റ്റായിട്ട് നമുക്ക് അതൊന്നും കണ്ടെത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ടൈറ്റിലും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഇൻഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആൻസർ നോക്കാം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത് തൂവൽ കൊണ്ടുള്ള അല്ലെങ്കിൽ തൂവലുകളുള്ള ഒരു വസ്തുവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെറ്റഫറാണ് അല്ലേ. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? തൂവൽ കൊണ്ടുള്ള ഒരു വസ്തുവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെറ്റഫറാണ്. ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? അത് സിമിലി ആണെന്ന് പറയായിരുന്നു. ഹോപ്പ് ഈസ് ലൈക്ക് എ ബേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സിമിലി ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? മെറ്റഫറാണ് കേട്ടോ. ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്. പേർച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾ ചേക്കേറുന്നതിന് അല്ലെങ്കിൽ പക്ഷികൾ കൊമ്പിലും അതേപോലെ മരത്തിൻ്റെ ബ്രാഞ്ചസിലൊക്കെ വന്നിരിക്കുന്നതിനെയാണ് പേർച്ചസ് എന്ന് പറയുക കേട്ടോ പൊതുവേ. അപ്പോൾ ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. അപ്പോൾ പ്രതീക്ഷ അത് എവിടെയാണ് ചേക്കേറിയിരിക്കുന്നത്? ഒരു പക്ഷിയെ പോലെ നമ്മളുടെ ആത്മാവിലാണ് ചേക്കേറിയിരിക്കുന്നത് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ, ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ്. അപ്പോൾ പ്രതീക്ഷ, ഹോപ്പ് ഇവിടെ പാടുകയാണ്, നമ്മളുടെ സോളിനുള്ളിലിരുന്ന് പാടുകയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മൾക്ക് സമാധാനം തരുന്ന ഒരു ട്യൂണിലാണ് പാടുന്നത്. വിതൗട്ട് ദ വേർഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യഥാർത്ഥ വാക്കുകൾ ഉപയോഗിക്കാതെയാണ് പാടുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു മധുരമൂറുന്ന ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഹോപ്പ്. അതായത് നമ്മളുടെ പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. മറ്റുള്ളവരോട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഹോപ്പിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ ആ പ്രതീക്ഷ അത്രയും ശക്തവുമാണ്, നമ്മളെ മുന്നോട്ട് നയിക്കാൻ അത് വളരെയധികം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ വേർഡ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് പോലെയാണ് ആ പ്രതീക്ഷ നമ്മളുടെ ഉള്ളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മുന്നോട്ട് പോവാനായിട്ട്. ഓക്കെ, ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അതുപോലെ പ്രതീക്ഷയ്ക്ക് ഒരു അവസാനമില്ല, അന്ത്യമില്ല. അതെപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കൂടെ അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രതീക്ഷ എന്ന് പറയുന്നത് ചിറകുകളുള്ള ഒരു വസ്തുവാണെന്നും നമ്മളുടെ ആത്മാവിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഒരു പക്ഷിയാണ് ഹോപ്പ് എന്നും പറയുന്നു. പിന്നെ എന്താണ്? ഈ ഒരു ഹോപ്പ് നമ്മളുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് യഥാർത്ഥമായ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് നമ്മൾക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ ഉപയോഗിക്കാതെയാണ് ആ ഒരു പാട്ട് പാടുന്നതെങ്കിലും
നമ്മൾക്കത് ഫീൽ ചെയ്യാനായിട്ട് കഴിയും, നമ്മളുടെ ഉള്ളിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മളുടെ ആ ഒരു ഹോപ്പ് എത്രമാത്രം സ്ട്രോങ് ആണ്, നമ്മളെ എത്രമാത്രം മുന്നോട്ട് നീങ്ങാനായിട്ടത് പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഈ ഒരു പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിന് തളർച്ചയുമില്ല അവസാനവുമില്ല എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ്. ഗെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്കാറ്റാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഇവിടെ ആ ഒരു കൊടുങ്കാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഒക്കെയാണ്. അപ്പം ഈ ഒരു കൊടുങ്കാറ്റിൻ്റെ സമയത്ത് പോലും, ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് പോലും പ്രതീക്ഷ എന്ന് പറയുന്ന സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സോങ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേർഡ്സ് ഇല്ലാത്ത ആ ഒരു പാട്ട് നമ്മളുടെ ഉള്ളിൽ വളരെ മാധുര്യമേറുന്നതാണ്, അല്ലെങ്കിൽ മധുരമൂറുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ കഷ്ടതകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ കൊടുങ്കാറ്റുണ്ടാവുന്ന സമയത്തും മധുരമൂറുന്ന ഒരു പാട്ട് പോലെയാണ് നമ്മളുടെ ഉള്ളിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. സോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തം അല്ലെങ്കിൽ വിഷമം, ദുഃഖം എന്നുള്ളതാണ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഇവിടെ കൊടുങ്കാറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളുടെ ഈ സ്റ്റോം എന്ന് പറയുന്നത്, കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അത്രമാത്രം ശക്തമായിരിക്കണം, എങ്കിലാണ് എന്ത് സംഭവിക്കുക? ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ഇവിടെ ലിറ്റിൽ ബേർഡ് എന്താണ്? പ്രതീക്ഷയാണ്. അബാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശബ്ദമാക്കുക അല്ലെങ്കിൽ കുഴപ്പിക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമാണെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലിറ്റിൽ ബേർഡ് പ്രതീക്ഷയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിശബ്ദമാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പ്രതീക്ഷയെ ഇവിടെ ലിറ്റിൽ ബേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതീക്ഷ, ഹോപ്പ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഹോപ്പിനെ ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദമാക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസും ഒക്കെ അത്രമാത്രം ശക്തമായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലിറ്റിൽ ബേർഡിനെ, പ്രതീക്ഷയെ ഒന്ന് കുഴപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാണ്. അപ്പം പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് എല്ലാവർക്കും തന്നെ, സോ മെനി മീൻസ് എല്ലാവർക്കും തന്നെ, എല്ലാ ആളുകൾക്കും ഒരു ചൂട് നൽകുന്നത്. ഓക്കെ. പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയെ ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദമാക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത്രമാത്രം ശക്തമായിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്. ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തുറഞ്ഞ പ്രദേശം അല്ലേ. അതായത് നമ്മളുടെ ജീവിതത്തിലെ ഡാർക്കായിട്ടുള്ള സമയത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങളും ദുരിതങ്ങളും യാതനകളും ഒക്കെ നിറഞ്ഞ നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെയാണ് ഇവിടെ ചില്ലസ്റ്റ് ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് പോലും ഐ ഹാവ് ഹേർഡ് ഇറ്റ്, ഞാൻ ആ ഒരു പ്രതീക്ഷയുടെ ശബ്ദം അല്ലെങ്കിൽ സോങ് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ലൈഫിൽ ഏറ്റവും വിഷമഘട്ടത്തിലായിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പ്രതീക്ഷ കൈവിടാറില്ല. അത് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹോപ്പാണ് നമുക്ക് എത്രമാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രചോദനം നൽകുന്നത്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, അതായത് അപരിചിതമായിട്ടുള്ള ഒരു കടലിൻ്റെ ഒരു കരയിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുവശം നമുക്ക് കാണാനായിട്ട് കഴിയുമോ? ഇല്ല. കടലിങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ് അല്ലേ. അതിൻ്റെ അറ്റം നമുക്കൊരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പം സ്ട്രേഞ്ചസ്റ്റ് സീ ആണ്. നമ്മൾ ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന സമയത്ത് പോലും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രേഞ്ചസ്റ്റ് സീ കൊണ്ട്. നമ്മൾ അത്രമാത്രം സ്ട്രഗിളിൽ അല്ലെങ്കിൽ പ്രോബ്ലംസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ഉള്ളിൽ ഹോപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി. എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം, കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ മൂർധന്യാവസ്ഥ. ഇറ്റ് ആസ്റ്റ് എ ക്രംബ് ഓഫ് മീ. ക്രംബ് മീൻസ് എന്താണ്? അപ്പക്കഷ്ണം അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ പൊടി എന്നൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട സമയത്തും ഈ ഒരു പക്ഷി, ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പക്ഷി എന്നോട് ഒരു അപ്പക്കഷ്ണം പോലും ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഏറ്റവും ചില്ലസ്റ്റ് ലാൻഡ്, ഏറ്റവും തണുപ്പ് നിറഞ്ഞ പ്രദേശത്തും അതേപോലെ സ്ട്രെയിഞ്ച് സീയിലും ഞാൻ ആ ഒരു ഹോപ്പിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. യെറ്റ് എന്നിട്ടും ആ ഒരു പക്ഷി എന്നോട് എൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ പോലും ഒരു അപ്പക്കഷ്ണം പോലും ചോദിച്ചിട്ടില്ല. അതായത് തൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമഘട്ടത്തിലും ഹോപ്പിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും തിരിച്ച് തന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ബേർഡ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഒരു അപ്പക്കഷ്ണം പോലും ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം പ്രതീക്ഷ നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ഒന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മളുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സ്റ്റാൻസാസുള്ള സിമ്പിളായിട്ടുള്ള ഒരു പോമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.